ദൈവം നമുക്ക് നൽകുന്ന ഏത് നന്മകളെക്കാളും ഉപരിയായി, ഏത് വാഗ്ദാനങ്ങളെക്കാളും ഉപരിയായി, ഏത് സമൃദ്ധിയെക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഉപരിയായി ദൈവവും ദൈവ സാന്നിധ്യവുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് പ്രീതിയും സ്നേഹവുമുണ്ട്. അത് മാത്രമല്ല, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ പാതയിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മുടെ യാത്രയിൽ, നമ്മുടെ വഴിയാത്രയിൽ നാം തകരുവാൻ, തളരുവാൻ, ക്ഷീണിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ഈ സന്ദേശം നിങ്ങളോട് പറയുന്നതിന് കാരണം, ഒരുപാട് മനുഷ്യർ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാനും അഭിവൃദ്ധി പ്രാപിക്കാനും ഭൗതികമായ നന്മകൾ പ്രാപിക്കുവാനുമായി ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. അത് കുഴപ്പമുള്ള കാര്യമല്ല. ദൈവം തന്നെ അന്വേഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കുവാൻ സമൃദ്ധിയുള്ളവനായ ശക്തനായ ദൈവമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നുണ്ടോ? ദൈവത്തെ ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടോ? ഇത് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം അവരെ ഒന്ന് പരിശോധിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഹോരേബ് പർവ്വതത്തിൻ്റെ അടുക്കൽ വെച്ചാണ്. അവിടെ വെച്ച് ദൈവം ജനത്തെ പരിശോധിക്കുന്നത്. ചെങ്കടലെല്ലാം കടന്നിട്ട് അവർ ഹോരേബിൽ വരുന്നു, മൗണ്ട് സനായുടെ കീഴിൽ വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് ദൈവം പരിശോധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മോശയെ കൊണ്ടുപോയി പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവസാന്നിധ്യമുള്ളിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലക മോശയുടെ കയ്യിൽ ദൈവം കൊടുക്കുന്നു. 40 ദിവസത്തോളം, 40 രാവ് 40 പകലും മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്നു. പുറപ്പാട് പുസ്തകം 18-19 അധ്യായങ്ങളിലെ കാര്യമായി പറയും. പിന്നീട് ദൈവം അവനോട് സംസാരിച്ചതൊക്കെയാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം. എന്നാൽ ആ സമയത്ത് ദൈവം പരിശോധിച്ച ജനം, അവർ ചില ദിവസങ്ങളായി മോശയെ കാണാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദേവനെ വേണം. മിസ്രൈം ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന ഒരു ദേവൻ്റെ ഷേപ്പ് വേണം. അഹരോൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ആ പറഞ്ഞതനുസരിച്ച് ഷേപ്പെല്ലാം പറഞ്ഞ് അഹരോന് കൊടുത്തിട്ട് ഒടുവിൽ ഒരു ഡൈ ഉണ്ടാക്കി, അതിനകത്ത് ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി അത് പുറത്തു കൊണ്ടുവന്നു. കാളക്കുട്ടിയെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് മണി ഗോഡ്, പണത്തിൻ്റെ ദൈവമാണ്. മിസ്രൈമ്യ പണദേവനാണ്. നമുക്കറിയാം, ഇന്നും പണത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് കാളക്കുറ്റനാണ്. അപ്പോൾ ആ കാളക്കുട്ടിയെ കൊണ്ടുവന്നു, സമ്പത്തിൻ്റെ ദൈവത്തെ മുമ്പിൽ കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ ജനങ്ങൾ ആർത്തു പറഞ്ഞ കാര്യം, മിസ്രൈം ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇതാണ് എന്ന് പറഞ്ഞ് ആ രൂപത്തിന് മുമ്പിൽ കടന്ന് ആർത്തു. പിന്നീടാണ് മോശ 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച കാണുന്നതും വലിയ അനിഷ്ട സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നതും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒടുവിൽ ദൈവം പറഞ്ഞു, ഇത് ദുശ്ശാഠ്യമുള്ള ജനമാണ്, ഞാൻ ഇവരുടെ കൂടെ നടക്കുകയില്ല, ഞാൻ ഇവരുടെ കൂടെ സഞ്ചരിക്കുകയില്ല. ഇവർക്ക് സമൃദ്ധി മതി, ഇവർക്ക് പല വിടുതലുകൾ മതി, എന്നെ ആവശ്യമില്ല, എൻ്റെ സ്വസ്ഥത ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ദൂതനെ അയക്കാം. മോശെ, നീ ഈ ജനത്തെ കൊണ്ടുപോക്കോ, വാഗ്ദത്വവും കൊടുക്കാം, പൊക്കോ. മോശ ദൈവസന്നിധിയിൽ കരഞ്ഞു, നിലവിളിച്ചു. ജനത്തിന് നടുവിൽ നിന്ന് അവൻ പ്രാർത്ഥിക്കുന്ന കൂടാരം, പ്രാർത്ഥനാ കൂടാരം, സമാഗമന കൂടാരം ആകുന്നതേ ഉള്ളൂ. പ്രാർത്ഥനാ കൂടാരം പാളയത്തിന് പുറത്ത്, ജനങ്ങൾ ആരുമില്ലാത്ത സ്ഥലത്ത്, ആളുകൾ താമസിക്കാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി മാറിയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ആ കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവിടെ 33-ാമത്തെ അധ്യായത്തിലാണ് ആ സംഭവം എഴുതിയിട്ടുള്ളത്. 33-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ദൈവ സാന്നിധ്യം ആ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മോശയോട് അഭിമുഖമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. മോശ ആഗ്രഹിക്കുക, കർത്താവേ, എനിക്ക് വേണ്ടത് നീയാണ്. എനിക്ക് ദൂതനെ വേണ്ട, എനിക്ക് വാഗ്ദത്തം വേണ്ട, എനിക്ക് മനുഷ്യൻ്റെ സഹായം വേണ്ട, എനിക്ക് വേണ്ടത് എൻ്റെ കൂടെ നീ വേണം. നീ എന്നെ അയക്കുന്നില്ല, നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മറുപടി 33-ാം അധ്യായം 14-ാം വാക്യം, അതിനവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം എവിടെ കൊതിക്കുന്നു, ദൈവ സാന്നിധ്യം ആര് മുറുകെ പിടിക്കുന്നു, ശരിക്കും അവർക്ക് സ്വസ്ഥതയുള്ളൂ. സ്വസ്ഥത വേണോ? ദൈവത്തെ കൂടെ നിർത്തണം, ദൈവ സാന്നിധ്യത്തോട് കൂടെ സഞ്ചരിക്കണം. പലരും, കർത്താവേ, എല്ലാ വിടുതലും നൽകാം, പക്ഷെ നീ ഞങ്ങളുടെ പാളയത്ത് നടക്കാൻ പറ്റുകയില്ല, ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ നിനക്ക് ദേഷ്യം വരുന്ന പല കാര്യം ഞങ്ങളിലുണ്ട്, ഞങ്ങളോട് കൂടെ സഞ്ചരിക്കാൻ പറ്റുകയില്ല. കർത്താവ് എന്താ പറയുന്നറിയാമോ? ഞാൻ അവരുടെ നടുവിൽ വസിക്കും, അവരോട് കൂടെ സഞ്ചരിക്കും, അവർക്ക് ഞാൻ പിതാവായിരിക്കും. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്, ഇന്നും ആഗ്രഹിക്കുന്നതാ.
ഇല്ലെങ്കിൽ പിശാച് നമ്മെ അവൻ്റെ തന്ത്രങ്ങളിലൂടെ പരാജയങ്ങളിലേക്കും നാശത്തിലേക്കും തകർച്ചയിലേക്കും അനർത്ഥങ്ങളിലേക്കും കൊണ്ടുപോകും. ഇന്ന് ഒത്തിരി ഭവനങ്ങളിൽ മാറാത്ത ശാപങ്ങൾ കയറിക്കൂടിയതിൻ്റെ കാരണം ദൈവത്തെ വിട്ട് സഞ്ചരിച്ച്, ദൈവസ്ഥാനത്തെ ഉപേക്ഷിച്ച് മറ്റ് ചില വഴികളിലൂടെ സഞ്ചരിച്ചതാണ്. ആഭിചാരങ്ങളും ദുഷ്കർമ്മങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തവർ അവരുടെ തലമുറ വന്നപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അവർ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലും ആ പ്രവൃത്തികൾ, ആ ദുഷ്പ്രവൃത്തികൾ മനുഷ്യരെ സഹായിക്കുവാനുള്ളതല്ല. അതിൻ്റെ എല്ലാം തിരിച്ചടി പിന്നീട് ഉണ്ടാകും. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക. നന്മയും വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും വരികയുള്ളൂ. ദോഷം ഒന്നും ഉണ്ടാകുകയില്ല. 1000 തലമുറ വരെ അവൻ ദയ കാണിക്കുന്ന ദൈവമാണ്. മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഹല്ലേലൂയ. പിന്നീട് ദൈവ സാന്നിധ്യമാണ് ജനത്തോടു കൂടെ പോകുന്നത്. അപ്പം ജനത്തിൻ്റെ കയ്യിൽ നിന്ന് നീക്കാനുള്ള പല കാര്യമുണ്ടായിരുന്നു. നീക്കിയിട്ട് അവരെ കൊണ്ടുപോവുകയാണ് ദൈവം. ഹല്ലേലൂയ. ദൈവം നമുക്ക് സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, കർത്താവ് എനിക്ക് വേണ്ടത് നിൻ്റെ സാന്നിധ്യമാണ്, എന്തിനേക്കാളും? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര ഉണ്ടെങ്കിലും, എത്ര എണ്ണം ഉണ്ടെങ്കിലും, എത്ര അധികം ഉണ്ടെങ്കിലും, എത്ര വലുതാണെങ്കിലും പറ, കർത്താവേ എനിക്ക് വേണ്ടത് നിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം എന്ന് പറഞ്ഞാൽ ഉറപ്പാ ആ സാന്നിധ്യത്തിനകത്ത് എല്ലാ വിടുതലും അനുഗ്രഹവും സ്വസ്ഥതയും എല്ലാം അതിനകത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. മറുപടി അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അത് മുറുകെ പിടിക്കട്ടെ. മറ്റൊരു വചനം കൂടെ വായിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിൽ 21-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ യോശുവ ഇസ്രായേൽ ജനത്തിന് ദേശം അവകാശമാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയും, യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തരും അവിടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവിടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ നിന്നതുകൊണ്ട് സകല ശത്രുക്കളെയും ദൈവം പരാജയപ്പെടുത്തിയത് മാത്രമല്ല, സ്വസ്ഥത അവർക്ക് നൽകി. കൂടാതെ ശത്രുക്കളിൽ ഒരുത്തരും അവിടെ മുൻപാകെ നിന്നില്ല. ആമേൻ. ഒരു ശത്രു നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു ശത്രു എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിക്കുകയില്ല, ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ. ബിലയാം എന്ന് പറയുന്ന മോവാബ്യ, ഇറാഖിൽ നിന്നുള്ള മെസൊപ്പൊട്ടേമിയൻ മന്ത്രവാദിയായ ഒരു മനുഷ്യൻ ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് മോവാബിൽ വന്നു. അവിടെ വെച്ച് ശപിക്കാൻ നോക്കിയപ്പോൾ പറയുകയാണ്, അവരുടെ ദൈവമായ മിസ്രൈമിൽ നിന്ന് അവർ കടന്നു വരുന്നു, അവരുടെ ദൈവമായ യഹോവ അവരുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആ വിചാരം അവർക്ക് ഫലിക്കുകയില്ല, ലക്ഷണവധി അവരോട് പറ്റുകയില്ല. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്കാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ദൈവമായ യഹോവ അവരുടെ കൂടെ നിൽക്കുന്നു. പ്രിയമുള്ള, ഒരു ദൈവം കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കളിൽ ഒരുത്തനും നമ്മുടെ മുമ്പിൽ നിൽക്കുകയില്ല. ശത്രുക്കളിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല, അത് രോഗങ്ങളാണ്, അത് ശാപങ്ങളാണ്, അത് പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണ്, എന്തൊക്കെയാണ് നിങ്ങളെ അലട്ടുന്നത്, ഒന്നും നിങ്ങൾക്ക് മുമ്പേ നിൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. സ്വസ്ഥത തരുന്നു. സ്വസ്ഥതയില്ലാതെ ഓടുക, കർത്താവ് എവിടെ എനിക്ക് സ്വസ്ഥത, എവിടെ എനിക്ക് സമാധാനം, വേറെ ഒന്നും വേണ്ട, എനിക്ക് സ്വസ്ഥത. സ്വസ്ഥത തരാൻ മറ്റൊന്നും അന്വേഷിക്കേണ്ട, ദൈവ സാന്നിധ്യം ചോദിക്കുക. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. കർത്താവ് യേശു നമ്മോട് കൂടെയുണ്ട്. അവനെ മുറുകെ പിടിക്കുക, അവൻ്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത തരും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. അസ്വസ്ഥമായിരിക്കുന്ന സകല ജീവിത സാഹചര്യങ്ങളെയും ദൈവം ഒന്ന് മാറ്റിയിട്ട് ഒരു സ്വസ്ഥത തരുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ദാവീദ് സ്വസ്ഥത അനുഭവിച്ച മനുഷ്യനായതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ഞാൻ കടന്നു പോകുന്ന കഷ്ടതകളാണെങ്കിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ദൈവം കൊണ്ടുപോകുന്ന സ്വസ്ഥതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. 46-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ പാടുന്നുണ്ട്, ഒരു നദിയുണ്ട്, വലിയ സമുദ്രമധ്യേ വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീഴുകയാണ്. പക്ഷേ അതിന് നടുവിലും ദൈവത്തിൻ്റെ ഒരു നദിയുണ്ട്. അധികാലത്ത് തന്നെ ദൈവം അതിനെ സഹായിക്കും. രാജ്യം ക്രുതിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, ദൈവം എന്താ പറയുന്നത്, ആ ദേശങ്ങൾ മുഴുവൻ ഇളകിയിട്ടും, സകലതും ഇളകിയിട്ടും, സുനാമിയൊക്കെ അടിച്ചിട്ടും ഈ നദിക്ക് ഒരു മാറ്റമില്ല. സ്വസ്ഥതയുള്ളൊരു നദിയുണ്ട്, അധികാലത്തെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ നദി. ഹല്ലേലൂയ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥത തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ കർത്താവെ, പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥതകൾ കർത്താവെ ഭരിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ, സമാധാനമില്ലാതെ എവിടേക്ക് പോകും, ആര് പരിഹാരം തരുമെന്നറിയാതെ ആകുലപ്പെട്ടിരിക്കുന്ന ഈ മക്കളുടെ വിഷയത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് പക്ഷേ നിൻ്റെ സാന്നിധ്യമാ കർത്താവെ.
നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പുറപ്പെടണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ നിൽക്കണമേ. ശത്രുവിനെതിരെ പോരാടുവാൻ അവിടുന്ന് ശക്തിയുള്ള ദൈവമാണ്. ആമേൻ. കർത്താവ്, ഈ സന്ദേശം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകണം. സ്വസ്ഥത ദൈവം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള മനസ്സ് ദൈവം കൊടുക്കണമേ. ഭവനത്തിനകത്ത് എല്ലാ അസ്വസ്ഥതകളും എടുത്തു കളയണം കർത്താവേ. കർത്താവ് കൂടെ നിൽക്കണം. ഈ മക്കളോട് കൂടെ നിന്നവർക്ക് സ്വസ്ഥത നൽകണം. ആമേൻ. ജയിച്ച് മുന്നേറുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സ്വസ്ഥത കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളും ദൈവം എടുത്ത് കളയട്ടെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ, നിങ്ങളുടെ വീടിനകത്ത് ഈ ശബ്ദം മുഴങ്ങുമ്പോൾ, യേശുവിൻ്റെ വചനം, കർത്താവിൻ്റെ വാക്ക് പറയുമ്പോൾ സ്വസ്ഥത വ്യാപരിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾ ആ വചനം കേൾക്കുക. കുറച്ച് പേർക്ക് നിങ്ങളിത് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.